Good morning. Good morning, ma'am. Good morning, ma'am. Okay, Good good morning, morning. Okay. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ നിങ്ങൾ വായിച്ചു നോക്കില്ലേ? ഡെയിലി വായിക്കണം കേട്ടോ. ഞാൻ ചോദ്യം ഒന്നും ചോദിക്കാറില്ല എന്ന് കരുതി നിങ്ങൾ വായിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പൊ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ചു പോകണം കേട്ടോ. അതായത് എക്സാമിന്റെ ടൈം ആവുമ്പോൾ എല്ലാം ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് ഇതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എവിടെ വരെ പറഞ്ഞിരുന്നു? ഓക്കെ, ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലെ? ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ ഓർഗാനോഗ്രാം മനസ്സിലാക്കി അല്ലെ? ഓർഗാനോഗ്രാം നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. തന്നെ കാണാതെ എഴുതി നോക്കണം. ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ ഓർഗാനോഗ്രാം നമ്മൾ കണ്ടു. പിന്നെന്താ നമ്മൾ പഠിച്ചത്? പിന്നെന്തൊക്കെയാ നമ്മൾ കണ്ടത്? ഓർഗാനോഗ്രാം കഴിഞ്ഞിട്ട് യെസ്, അതായത് ഒരു ബ്ലഡ് ടൈപ്സ്. ബ്ലഡ് ടൈപ്സ് കണ്ടു അല്ലെ? അതായത് ചില പ്രിലിമിനറി ടെസ്റ്റുകൾ നമ്മൾ ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെയ്യുന്ന ചില ടെസ്റ്റുകൾ അല്ലെ, ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അതുപോലെ RH ഫാക്ടർ എന്താണെന്ന് കണ്ടു. എന്താണ്? മൊഡ്യൂൾ 2 ആണ് കേട്ടോ. അതെ രുചി, മൊഡ്യൂൾ 2 ആണ് കേട്ടോ. മൊഡ്യൂൾ 1 എന്റെ ചാപ്റ്റേഴ്സുകളുടെ ക്ലാസിഫിക്കേഷനും ഡിപ്പാർട്ട്മെന്റ്സും ആയിരുന്നു. അത് ഫിനിഷ് ചെയ്തല്ലോ. ഇനി എനിക്ക് മൊഡ്യൂൾ 2 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അതെടുക്കണം. അതിന്റെ അകത്ത് ബ്ലഡ് ബാങ്ക്. ഓക്കെ, ശരി. അപ്പൊ ഞാനൊന്ന് ഓൺ മ്യൂട്ട് കൊടുക്കാം കേട്ടോ. ഓൺ മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മള് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ് നമ്മൾ കണ്ടു. RH ഫാക്ടറിനെ കുറിച്ച് മനസ്സിലാക്കി. RH ഫാക്ടർ എന്താണ്? ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീസസ് ഫാക്ടർ അഥവാ RH ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? പിന്നെ നമ്മൾ എന്തൊക്കെ നോക്കും? അതെ, അതായത് ഏതെങ്കിലും സ്പെഷ്യൽ എന്താണ് RBC അല്ലെ പറയുന്ന ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിന്റെ ചെക്കിങ് നമ്മൾ നടത്തി പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് B, C, അതുപോലെ തന്നെ HIV, പിന്നെ സിഫിലിസ്. നമ്മൾ പറഞ്ഞു സിഫിലിസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ട്രിപ്പോനിമ പാലിഡം അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്നാണ് നമ്മൾ കണ്ടത്? O പോസിറ്റീവ് ആണ് അല്ലെ? ആ ടാബുലർ കോളം നമ്മൾ പരിചയപ്പെട്ടില്ല. അതിനകത്ത് O പോസിറ്റീവ് ആണെന്നും ഏറ്റവും കുറവ് AB നെഗറ്റീവ് ആണെന്നുള്ളതും മനസ്സിലാക്കി. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദ ബ്ലഡ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടെ നമുക്ക് പറയാനുണ്ട് അല്ലെ? അതിൽ ഓരോ കമ്പോണന്റിന്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. RBCയുടെ ഫംഗ്ഷൻ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആണ്. WBCയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ അല്ലെ? ഹെൽപ്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹെൽപ്പിംഗ് ഒരു റെഡ് ബ്ലഡ് സെൽ ബ്ലഡ് സെൽ ആണ് WBC കേട്ടോ. വൈറ്റ് ബ്ലഡ് സെല്ല്. പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്ലഡ് സെൽ ആണ്. പിന്നെ പ്ലാസ്മ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് രണ്ട് കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് നിങ്ങളോട് ചോദിക്കുകയാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ബ്ലഡ് സെല്ല് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ. ബ്ലഡ് സെല്ല് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം പ്ലേറ്റ്ലെറ്റ് എന്നാണ് ആൻസർ പറയുന്നത്. അതേസമയം ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്നെടുത്താണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം മാറും കേട്ടോ. അപ്പൊ എന്താണ് ഉത്തരം വരാം? ഫൈബ്രിനോജൻ കേട്ടോ. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഓക്കെ, നമ്മൾ പറഞ്ഞു പ്ലാസ്മയിൽ പ്രധാനമായിട്ടും 3 പ്രോട്ടീൻസുകളാണ് ഉള്ളത്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജനും ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ എന്തിനാണ് സഹായിക്കുന്നത്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നത് അല്ലെ? ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ഗ്ലോബുലിൻ എന്തിനാ സഹായിക്കുന്നത്? പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നത് ഗ്ലോബുലിൻ ആണ്. ഓക്കെ, ഫൈബ്രിനോജൻ എന്തിനാ സഹായിക്കുന്നത്? ബ്ലഡ് പ്രോട്ടീനിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനെയാണ് നമ്മൾ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ഇനി നമുക്കിനി അടുത്തൊരു ഫാക്ടറാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ്
ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF നമ്മൾ പറഞ്ഞില്ല കേട്ടോ. ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF, അത് AHF എന്താണ്? ആന്റി ഹീമോഫിലിക് ഫാക്ടർ. അതാണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. എന്താണ് ആ ഫാക്ടറിന്റെ പ്രത്യേകത? അതിന്റെ ഫംഗ്ഷൻ എന്താണ്? The portion of the plasma that contains clotting factors that help to control bleeding. Okay, ഇതാണ് പ്ലാസ്മയുടെ തന്നെ ഒരു ഭാഗമാണ്. അതിനകത്ത് എന്തുണ്ട്? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻ ഒരെണ്ണം പരിചയപ്പെട്ടില്ലേ, ഫൈബ്രിനോജൻ. ഈ ഫൈബ്രിനോജൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഈ പറയുന്ന ഒരു ഫാക്ടറിൽ നിന്നുമാണ് കേട്ടോ. ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF അഥവാ ക്രയോ പ്രസിപ്പിറ്റേറ്റ് ആന്റി ഹീമോഫിലിക് ഫാക്ടറിൽ നിന്നുമാണ് ഫൈബ്രിനോജൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ആ ഫൈബ്രിനോജൻ എന്തിനെ സഹായിക്കുന്നു? ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കും. ഓക്കെ, അപ്പൊ ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹീമോഫീലിയ എന്ന് പറയുന്നത് അതായത് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് കേട്ടോ. രക്തം കട്ട പിടിക്കാത്ത ഒരവസ്ഥയാണ്. അപ്പൊ എന്നിട്ടോ ഭയങ്കര ബ്ലീഡിങ്ങിലൂടെ ബ്ലഡ് ഒരുപാട് ലോസ് ആവും. അപ്പൊ അതാണ് ഹീമോഫീലിയ. അപ്പൊ ഇവിടെ പറയുന്നത് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ആന്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലെ. അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. നോക്കൂ, ആൽബുമിൻ, immune globulin and clotting factor concentrate may also be separated and processed for the transfusion. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ 3 പ്ലാസ്മ പ്രോട്ടീൻ ഏതൊക്കെയാണെന്ന്? ആൽബുമിൻ അല്ലെ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇമ്മ്യൂൺ ഗ്ലോബുലിൻ എന്തിനാ സഹായിക്കുന്നത്? പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡി ഉത്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അല്ലെ. ഇനി ക്ലോട്ടിംഗ് ഫാക്ടർ ഏതാണ്? പ്ലാസ്മയിലെ ക്ലോട്ടിംഗ് ഫാക്ടർ ഏതാണ്? ഫൈബ്രിനോജൻ ആണ് അല്ലെ. ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ആ ഫൈബ്രിനോജൻ ഉത്പാദിപ്പിക്കുന്ന ആളാണ് ആര്? ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന 3 ഫാക്ടറുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്ത് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ബ്ലഡ് ബാങ്ക് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ RBC, WBC, പ്ലേറ്റ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞ്, പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ് എല്ലാം നമ്മൾ ഓരോരോ കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്ലാസ്മയില് 3 പ്രോട്ടീൻ ഇല്ലേ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഈ പറയുന്ന 3 പ്രോട്ടീനുകളെയും ബ്ലഡ് ബാങ്കിനകത്ത് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് സൂക്ഷിക്കുന്നുണ്ട്. Then it is processed for the transfusion. ട്രാൻസ്ഫ്യൂഷൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായോ? മറ്റുള്ള ബ്ലഡ് സെല്ലിനെ എങ്ങനെയൊക്കെയാണോ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നതുപോലെ തന്നെ പ്ലാസ്മയിലെ പ്രോട്ടീനുകളെ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ബ്ലഡ് ബാങ്കിൽ സൂക്ഷിച്ച് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഈ പറയുന്ന ബ്ലഡിലെ ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് കേട്ടോ. എന്താണ്? സ്ലോയില് പറയാമോ? ഞാൻ സ്ലോയിലല്ലേ പറയുന്നത്? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടല്ലേ? ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോ നമ്മൾ ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് പ്ലാസ്മയിലെ 3 പ്രോട്ടീനുകളായിട്ടുള്ള ആൽബുമിൻ, അതുപോലെ തന്നെ ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിങ്ങനെയുള്ള 3 പ്രോട്ടീനുകളെയും ഇങ്ങനെ തന്നെയാണ് സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ, നമ്മൾ RBC, WBC, പ്ലേറ്റ്ലെറ്റിന് സെപ്പറേറ്റ് ചെയ്തല്ലേ സൂക്ഷിക്കുന്നത് ബ്ലഡ് ബാങ്കിനകത്ത്. എന്നതുപോലെ ഈ പറയുന്ന 3 പ്രോട്ടീനുകളെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിച്ചിട്ട് അത് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ പഠിച്ചത് ബ്ലഡിലുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂവന്റും അവയുടെ ഓരോന്നിന്റെ ഫങ്ഷൻസുകൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഭാഗമാണ് കേട്ടോ. അപ്പൊ RBCയുടെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. WBCയുടെ ഫംഗ്ഷൻ എന്തിനാണ് സഹായിക്കുന്നത്? ഹെൽപ്പ് ഫോർ ദ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ അല്ലെ. ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇമ്മ്യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ, പ്രതിരോധത്തിന് സഹായിക്കുന്നു. പ്ലേറ്റ്ലെറ്റ് എന്തിനാ സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. വർഷ ചോദ്യമാണ് കേട്ടോ. ഡാഷ് ഇസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. ഏതാണ്? പ്ലാസ്മയാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് 3 പ്ലാസ്മ പ്രോട്ടീനുകളാണ്. ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ വന്നിട്ട് പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. ഈ പറയുന്ന ഫൈബ്രിനോജനെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ഇതിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് AHF എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? വാട്ട് ഈസ് മീൻഡ് ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കേട്ടോ.
what is meant by blood transfusion and why are blood banks are important. ഇതിൽ എക്സ്ട്രാ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, കാര്യം നമ്മൾ ഇത്രയും ഇതിൽ മുന്നിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷൻ പോലെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാര്യം ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അല്ലെ. ഓർമ്മയുണ്ടോ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം one person to another person. പറഞ്ഞാൽ ഒരു ഡോണറിൽ നിന്ന് അല്ലെ, ആരിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഡോണർ ആണ് അല്ലെ. ഒരു ഡോണറിൽ നിന്നും ഒരു റെസിപ്പിയന്റിലേക്ക് ഈ ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് തന്നെ വെക്കുക കേട്ടോ. ടിപ്പിക്കലി blood transfusion is the process in which the blood components are transferred from one person, that means donor, right, ദാതാവ്, into the bloodstream of another person, that means recipient, that സ്വീകർത്താവ്. ഓക്കെ, അപ്പൊ അതൊന്നും അണ്ടർലൈൻ ചെയ്തതാണ് കേട്ടോ. ഇനി എന്താണ് പറയുന്നത്? ഇറ്റ് കംസ് ഇൻ ടു ആക്സ് എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് for the recipient when there is a large loss of blood cells through bleeding or depression of the bone marrow. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലായി അല്ലെ, ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി. എന്തുകൊണ്ടാണ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ശരിക്കും ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മനസ്സിലായോ? ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്, പ്രത്യേകിച്ച് ഒരു റെസിപ്പിയന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ. റെസിപ്പിയന്റ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് ആയിരിക്കും. കാര്യം എന്താണ്? ഏതെങ്കിലും തരത്തില് ഇപ്പൊ ബ്ലഡ് സെല്ലുകൾ നഷ്ടപ്പെടുകയാണ്, ഇപ്പൊ സിവിയർ ബ്ലീഡിംഗ് ആയിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ബോൺ മാരോക്ക് എന്തെങ്കിലും ഡാമേജ് വരുന്ന സമയത്തൊക്കെ എന്തുണ്ടാവും? ഈ പറയുന്ന ബ്ലഡ് സെല്ലുകളുടെ ഒക്കെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറയും അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷനില് ആ ഒരു പേഷ്യന്റിന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരും? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. മനസ്സിലായി? ഒരു ആക്സിഡന്റ് നടന്നു, ഒരു വലിയൊരു ആക്സിഡന്റ് നടന്നു, സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥിമജ്ജയാണ് അല്ലെ. അതായത് നമ്മുടെ അസ്ഥിമജ്ജയിൽ നിന്നുമാണ് ഈ പറയുന്ന ബ്ലഡ് സെല്ലുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ബ്ലഡ് സെല്ലുകളെല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ അസ്ഥിമജ്ജയിൽ നിന്നാണ്. ഈ അസ്ഥിമജ്ജയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ബ്ലഡ് സെല്ലുകളുടെ പ്രൊഡക്ഷൻ ഒക്കെ കുറയും, റിഡ്യൂസ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. കാര്യം അതുകൊണ്ടൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇസ് കൺസിഡർഡ് ആസ് എ നോബിൾ കോസ്. അതായത് ഒരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ തുടക്കമേ പറഞ്ഞില്ലേ, ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ്? ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, ഇനി നോക്കൂ, പിന്നെ നമ്മളൊരു ചോദ്യം കണ്ടത്, വൈ ആർ ദ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്ക്സുകൾ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത്? എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. നോക്കൂ കേട്ടോ. Blood bank services act as the universal point as they collect, test and store all types of blood. അല്ലെ, ഒരു ബ്ലഡ് ബാങ്കിന്റെ സേവനങ്ങൾ എന്ന് പറയുന്നത് ഒരു സാർവത്രികമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാര്യം എന്താണ്? പലതരത്തിലുള്ള ബ്ലഡിനെ അവർ കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ സേവനം എന്ന് പറയുന്നത് വളരെ സാർവത്രികമായിട്ട് ഒരു യൂണിവേഴ്സൽ സർവീസ് ആയിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? They watchfully screen test the blood for any signs of infection. അല്ലെ, they watchfully എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കെയർഫുള്ളി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അവർ എന്ത് ചെയ്യുന്നു? വരുന്ന ബ്ലഡിനെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ആ ബ്ലഡിനകത്തുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീൻ ടെസ്റ്റുകൾ നടത്തുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. അതായത് HIV ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, അങ്ങനെയുള്ള ചില ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? Other than screening of infection, they also check the blood type, whether the type A, B, AB or O, and whether it's RH negative or RH positive. അതുകൂടാതെ തന്നെ നമ്മള് ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതാണ് ഉള്ള ടെസ്റ്റ് ചെയ്യും. A ആണോ, B ആണോ, അത് AB ആണോ, O ആണോ എന്നൊക്കെയുള്ള ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് നടത്തും. പിന്നെ നമ്മൾ RH ഫാക്ടറിന്റെ ടെസ്റ്റ് നടത്തും. RH ഫാക്ടർ എന്തിനാണ്? ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ പറയുന്നത്. പിന്നെ എന്താണ്? Compatibility testing is done
to find out if a particular unit of blood can be transferred safely into a certain patient. അതുകൂടാതെ എന്താണ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് അവിടെ നടക്കുന്നുണ്ട് അല്ലെ. അതായത് അനുയോജ്യത ടെസ്റ്റ്. ഒരു ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് കൊടുക്കുന്നതിനേക്കാളും മുമ്പ് അത് മാച്ചിങ് നോക്കണം. കാര്യം എല്ലാവർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനും എല്ലാവർക്കും എല്ലാ ബ്ലഡും സ്വീകരിക്കാനായിട്ടും സാധിക്കില്ല അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഈ ഡോണറും റെസിപ്പിയന്റും തമ്മിലുള്ള ആ ഒരു ബ്ലഡിന്റെ കമ്പാറ്റബിലിറ്റി അല്ലെ, അനുയോജ്യത, അങ്ങനെയുള്ള അനുയോജ്യത ടെസ്റ്റുകൾ ഇവിടെ നടത്തുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ട്രാൻസ്ഫ്യൂഷൻ വളരെ സേഫ് ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ഇവിടെ നടത്തുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി അടുത്ത് നോക്കുക കേട്ടോ. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇവിടെ 2 ക്വസ്റ്റ്യൻസിനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു തന്നെ വെക്കാം. If your blood type is O negative, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. If your blood type is O negative, you are the universal donor who can transfer your blood to almost everyone. Okay, എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ബ്ലഡ് O നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ്, യൂണിവേഴ്സൽ ഡോണർ ആണ്. ഒരു ചോദ്യമുണ്ട്, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ അഥവാ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O നെഗറ്റീവ് ആണ് കേട്ടോ. O ഗ്രൂപ്പ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ കൃത്യമായി പഠിച്ചു വെക്കാം, O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് അറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് കേട്ടോ. അത് പഠിച്ചു തന്നെ വെക്കാം. O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് കേട്ടോ. O നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? If your blood type is AB positive, ആണ് AB positive, you act as a universal recipient. അപ്പോ സാർവത്രിക സ്വീകർത്താവ് അഥവാ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് AB പോസിറ്റീവ് ആണ് കേട്ടോ. ഏത് ഗ്രൂപ്പാണ്? AB പോസിറ്റീവ് ആണ്. പഠിച്ചോ നിങ്ങൾ? മനസ്സിലാക്കി വെക്കുക കേട്ടോ. യൂണിവേഴ്സൽ ഡോണർ എന്ന് അറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണ്. O പോസിറ്റീവ് അല്ല, O നെഗറ്റീവ് ആണ്. അതുപോലെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അഥവാ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB പോസിറ്റീവ് ആണ് കേട്ടോ. ഇതാണ് AB പോസിറ്റീവ് ആണ്. ഓക്കെ, അതിന്റെ കാരണങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം അതിന്റെ കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ അത് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, കാര്യം നമുക്ക് ഇത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് ബൈ ഹാർട്ട് ചെയ്ത് നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ. അതിന്റെ റീസൺ ഒക്കെ ഉണ്ട്, ഒരുപാട് റീസൺസ് ഒക്കെ ഉണ്ട് അതിന്റെ പുറകില്. എന്തുകൊണ്ടാണ് O നെഗറ്റീവ് ആയത്, പോസിറ്റീവ് ആവാത്തത്, എന്താണ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒത്തിരി കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല കേട്ടോ. അപ്പൊ ഇതന്നെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ. However, any mismatch between the blood type can prove fatal, that means causing death. So blood test must be done carefully. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിലൊരു മിസ്മാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്, മാച്ചിങ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിലൊരു മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് രോഗിയുടെ മരണത്തിന് വരെ കാരണമായിരിക്കും. അപ്പൊ ചേരാത്ത ബ്ലഡ് ആണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതെങ്കിൽ അതൊരു പക്ഷെ എന്താണ്, രോഗിയുടെ മരണത്തിന് വരെ കാരണമായിട്ട്. കാര്യം അഗ്ലൂട്ടിനേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്, ചേരാത്ത ബ്ലഡുകൾ തമ്മിൽ എന്താണ് ചേരാൻ ഇട വന്നു കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ ഇടവരും. അഗ്ലൂട്ടിനേഷൻ ഇട വന്നു കഴിഞ്ഞാൽ അത് രോഗിയുടെ മരണത്തിലേക്ക് വരെ കലാശിക്കും കേട്ടോ. അത് മനസ്സിലാക്കി വെക്കാം. സോ ദ ബ്ലഡ് ടെസ്റ്റ് മസ്റ്റ് ബി ഡൺ കെയർഫുൾ. അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? അപ്പോ ഇവിടെ ഒരു ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു. അതിന് വരാവുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളോട് ചോദിക്കും വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ദ യൂണിവേഴ്സൽ ഡോണർ? ഏതാണ്? O നെഗറ്റീവ് ആണ് കേട്ടോ. തിരിച്ചും ചോദിക്കാം, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? അതേതാണ്? AB പോസിറ്റീവ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പറയുന്ന കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. എല്ലാ ബ്ലഡ് ഗ്രൂപ്പ് എല്ലാവർക്കും കൊടുക്കാനും എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. ഇനി അറിയാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് പറയാം. കാരണം അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ മാത്രം പറയാവുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ഇതിലുള്ള പോയിന്റ്സുകളൊക്കെ നമുക്ക് പഠിച്ചിരിക്കാം. അടുത്തതാണ് when is blood transfusion needed? ഇനി എപ്പോഴൊക്കെയാണ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും
ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷനിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം കേട്ടോ. നോക്കാം. ഇൻഡിവിജ്വൽസ് മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി സം ഓഫ് ദം ആർ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ കിഡ്നി ഡാമേജ്. കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ എന്താണ് നോക്കൂ, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. അതായത് വളരെ ഗുരുതരമായിട്ടുള്ള ഏതെങ്കിലും സർജറിക്ക് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് ഒരു ആക്സിഡന്റ് തന്നെ സംഭവിച്ചാൽ മതി അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, വളരെ സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവും അല്ലെ, ബ്ലഡ് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ബ്ലഡ് ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമായിട്ട് വരും? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. പ്രത്യേകിച്ച് ഇപ്പൊ മേജർ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നതിന് മുൻപായിട്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യും, ഈ പറയുന്ന ബ്ലഡും അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് ബ്ലഡ് എല്ലാം എന്ത് ചെയ്ത് വെക്കും, അവര് റിസർവ് ചെയ്ത് വെക്കും. കാര്യം എന്താണ്, മിക്കവാറും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ബ്ലഡ് കയറ്റേണ്ടതായിട്ടൊക്കെ വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആണ് ഒന്നാമത്തെ പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള സർജറിക്ക് ശേഷം നമുക്ക് ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമാണ്. ഓക്കെ, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. ഇതാണ് ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. അതായത് നമ്മുടെ ദഹനനാളത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം. നമുക്ക് വേണമെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ബ്ലീഡിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ബ്ലീഡിംഗ് എന്നൊക്കെ പറയാം. അത് തന്നെയാണ് ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് കേട്ടോ. ദഹനനാളത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം. അതായത് നമ്മുടെ വായ തൊട്ട് നമ്മുടെ ദഹനം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ മൗത്തിൽ നിന്ന് തന്നെ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൗത്ത് ടു അനസ് വരെ നീളുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഹ്യൂമൻ ഡൈജഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ നിന്ന് ഏത് ഭാഗത്തും ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും ഇതിനകത്ത് പെടും, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്ങിനകത്ത്. ഇപ്പൊ അന്നനാളത്തിൽ ഉണ്ടാകുന്നതാവാം, ആമാശയത്തിൽ ഉണ്ടാകുന്നതാവാം, വായിൽ ഉണ്ടാകുന്നതാവാം, ചെറുകുടല്, വൻകുടല്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ഒക്കെ എന്തിനകത്ത് വരുന്നുണ്ട്? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്ങിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, വളരെ സിവിയർ ആയിട്ട് വരുന്ന കണ്ടീഷനിലാണ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി ഡയഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിസിൻ എടുത്തോ മറ്റു ട്രീറ്റ്മെന്റിലൂടെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ സിവിയർ ആയിട്ട് വരുമ്പോൾ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഈ പറയുന്ന ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് കൂടുതലായി കഴിഞ്ഞാല് ബ്ലഡ് വോമിറ്റ് ചെയ്യാം, അതുപോലെ സ്റ്റൂളിലൂടെ ബ്ലഡ് നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ധാരാളമായിട്ട് നമ്മുടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. സ്വാഭാവികമായിട്ടും അയാളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് അതാണ് കേട്ടോ, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ലുക്കീമിയ. ഓക്കെ, ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. അതെ, ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ബ്ലഡിനകത്ത് WBC ഉണ്ടല്ലോ, ശ്വേതരക്താണുക്കള്, അതിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ലുക്കീമിയ എന്ന് പറയുന്നത് കേട്ടോ, ബ്ലഡ് ക്യാൻസർ. ഓക്കെ, അപ്പൊ ഈ ബ്ലഡ് ക്യാൻസർ വരുന്ന സമയത്ത് എന്തുണ്ടാവും? മറ്റുള്ള ബ്ലഡ് സെല്ലുകളുടെ കൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. RBC കുറഞ്ഞു പോകും. കാരണം WBC അങ്ങ് ക്രമാതീതമായിട്ട് അങ്ങ് കൂടുകയാണ്. RBC കുറയും, പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ടൊക്കെ ആനുപാതികമായിട്ട് കുറയും. അപ്പൊ അങ്ങനെ കുറയുമ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റു പല അസുഖങ്ങളും വരും. അത്തരം സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. മനസ്സിലാവും? ലുക്കീമിയ ആണ്. ലുക്കീമിയ എന്ന് വെച്ചാൽ ബ്ലഡ് ക്യാൻസർ ആണ്. അടുത്തത് ഫോർത്ത് പോയിന്റ് എന്താണ്? ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. അതായത് വളരെ ഹെൽത്തി ആയിട്ടുള്ള RBC അല്ലെ, അതായത് നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ അഭാവം, അത് ട്രാൻസ്ഫ്യൂഷന് കാരണമാവുന്നതാണ് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷന് വേണ്ടി വരും. കാര്യം എന്താ വെച്ചാൽ ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനീമിയ എന്ന് പറയുന്നത് അല്ലെ. ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെല്ല് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അനീമിയ, ഇളർച്ച എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് സിവിയർ ആയിട്ട് വരുന്ന കേസാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ അനീമിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ RBCയുടെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? RBC കമ്പോണന്റ് ചിലപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അടുത്തതാണ് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ്.
നമ്മളിപ്പോ ക്യാൻസറിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. ഇന്റേണൽ ബ്ലീഡിങ്, ബ്രൂയിസിംഗ് ഒക്കെ സംഭവിക്കാം. അങ്ങനെ വരുമ്പോഴും ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടാനായിട്ട് സാഹചര്യം. അത് കൂടാണ്ട് നമ്മൾ റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ ബോൺ മാരോനെ അത് കൂടുതൽ ഡാമേജ് ചെയ്യിക്കും. അസ്ഥിമജ്ജയ്ക്ക് അത് അത്ര നല്ലതല്ല. അസ്ഥിമജ്ജയിൽ നിന്നാണല്ലോ ഈ പറയുന്ന ബ്ലഡ് സെല്ലുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അസ്ഥിമജ്ജ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലഡ് സെല്ലുകളുടെ ഒക്കെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്യും. നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരും? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, അടുത്തതാണ് ലിവർ പ്രോബ്ലംസ് അല്ലെ. ഈ പറയുന്ന കരൾ സംബന്ധമായിട്ട് അസുഖങ്ങൾ ഉണ്ടാവും. അവരിലൊക്കെ ഈ പറയുന്ന പ്ലാസ്മി ഉണ്ടല്ലോ, അതിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. ഓക്കെ, ലിവർ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അപ്പൊ ഈ പറയുന്ന പോലെ ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് ആവശ്യം വരും. പ്ലാസ്മ കമ്പോണന്റ് ഒക്കെ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ എന്താണ്? ബ്ലഡ് ഡിസോർഡേഴ്സ്, പല രീതിയിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലുക്കീമിയ ഒരു ബ്ലഡ് ഡിസോർഡർ ആണ് കേട്ടോ. ലുക്കീമിയ ഒരു ബ്ലഡ് ഡിസോർഡർ ആണ്. അതുപോലെ അനീമിയ, വിളർച്ച എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ഡിസോർഡർ ആണ്. അതുപോലെ ഹീമോഫീലിയ, പിന്നെ എന്താണ് ലിംഫോമ, ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ലിംഫോമ, അതൊരു ടൈപ്പ് ഓഫ് ക്യാൻസർ തന്നെയാണ്. ഇതൊക്കെ എന്താണ്? പല രീതിയിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സുകളാണ്. ഇത്തരം ബ്ലഡ് ഡിസോർഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് പലരും ഈ പറയുന്ന ഈ ബ്ലഡ് സെല്ലുകളുടെ ഒക്കെ അളവിലൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും അല്ലെ. സ്വാഭാവികമായിട്ട് നമുക്ക് ഓക്കെ പോളിസൈറ്റിക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ആവശ്യം വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ടുള്ള സർജറിക്ക് ശേഷം ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അതുപോലെ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്, പിന്നെന്താണ്? ലുക്കീമിയ. ഓക്കെ, ലുക്കീമിയ അറിയാലോ, ബ്ലഡ് ക്യാൻസർ ആണ്. പിന്നെ ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് കേട്ടോ, റെഡ് ബ്ലഡ് സെൽസിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, ക്യാൻസർ ട്രീറ്റ്മെന്റ്, പിന്നെ ലിവർ പ്രോബ്ലംസിന്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയ, പിന്നെ ഹീമോഫീലിയ, ബ്ലഡ് ക്യാൻസർ, ഇതൊക്കെ പല അനീമിയ, അതെല്ലാം പല ടൈപ്പ് ഓഫ് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ശരിക്കും പറഞ്ഞ ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ ബ്ലഡ് ബാങ്ക് മാനേജറുടെ ആണോ, ഡോക്ടറുടെ ആണോ, നഴ്സിന്റെ ആണോ, മറ്റേതെങ്കിലും മെഡിക്കൽ സ്റ്റാഫിന്റെ ആണോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അത് നമുക്ക് ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഡാഷ് ആക്ട് ആസ് ദ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ആരാണ് ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്? ബ്ലഡ് ബാങ്കിന്റെ തലവനാണ് അല്ലെ. ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആണ്, തലവനാണ് ആര്? ബ്ലഡ് ബാങ്ക് മാനേജർ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെൽം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക് അല്ലെ. ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി ആരാണ്? ഈ പറയുന്ന ബ്ലഡ് ബാങ്ക് മാനേജറാണ്. കാര്യം എന്താണ്? ചെക്കിംഗ് എക്സ്പെൻസസ് അല്ലെ, ദൈനംദിനം ഉണ്ടാവുന്ന ചെലവുകൾ അദ്ദേഹം ചെക്ക് ചെയ്യുന്നു. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്, പരിശോധനകൾ നടത്തുന്നു. പിന്നെ എന്താണ്? ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. ഇവിടെ ഹാൻഡ് പാർട്ടിയിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഹാൻഡ് ഒന്ന് വിട്ട, ഹാൻഡ് അല്ല, തേർഡ് എന്നാണ് കേട്ടോ. THIRD, തേർഡ് പാർട്ടി സർവീസസ്. ഹെൽം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഹെൽം എന്ന് പറഞ്ഞാൽ ചുക്കാൻ പിടിക്കാന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചുക്കാൻ പിടിക്കാന്ന് പറയില്ലേ, കാര്യങ്ങൾക്കൊക്കെ ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരാള്, അതാണ് അവിടെ ഉദ്ദേശിച്ചത് ഹെൽം കേട്ടോ. അതായത് ആ ഒരു ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. കാര്യം ഡെയിലിയുള്ള എക്സ്പെൻസുകളെല്ലാം ചെക്ക് ചെയ്യുന്നതും അതുപോലെ പല പരിശോധനകൾ കണ്ടക്ട് ചെയ്യുന്നതും. പിന്നെ എന്താണ്? തേർഡ് പാർട്ടി സർവീസസ്. എന്താണ് തേർഡ് പാർട്ടി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പല ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ബ്ലഡ് ഡൊണേഷൻ ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും, ക്ലബുകൾ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ചില സംഘടനകളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് എന്താണ്? നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാം. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം ഈ പറയുന്ന തേർഡ് പാർട്ടി സർവീസസ്, അതായത് ബ്ലഡ് ഡൊണേഷൻ ഓർഗനൈസേഷൻ
ഓർഗനൈസേഷൻ, ക്ലബുകള്, അവരൊക്കെ ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷനും നല്ലൊരു സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ബാങ്കിലെ ഏതെങ്കിലും കമ്പോണന്റുകൾ കുറഞ്ഞപ്പോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഓർഗനൈസേഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ കമ്പോണൻസിന്റെ കുറവൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നികത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരം തേർഡ് പാർട്ടി സർവീസസുമായിട്ടൊരു നല്ല സഹകരണം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അതൊരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫുകളാണ് കേട്ടോ. അതായത് ബ്ലഡ് ബാങ്കിനകത്ത് പുതിയ സ്റ്റാഫുകളെയൊക്കെ തെരഞ്ഞെടുക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അല്ലെ, പരിശീലനം കൊടുക്കുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അത് ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. പിന്നെ എന്താണ്? ഹി ഓർ ഷീ സൂപ്പർവൈസസ് and leads newly hired staff on the work they do and implement different rules and regulations of the company. അദ്ദേഹം എന്താ ചെയ്യുന്നത്? പുതിയ സ്റ്റാഫുകൾ തെരഞ്ഞെടുക്കുന്നു, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്നു, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു, അല്ലെ. അത് മാത്രമല്ല, അവര് ചെയ്യുന്ന പ്രവൃത്തിയിൽ പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാഫുകള് അവർ ചെയ്യുന്ന വർക്കില് മേൽനോട്ടം വഹിക്കുക, അല്ലെ, അവരതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർവൈസ് ചെയ്യുക, ലീഡ് ചെയ്യുക, അതൊക്കെ ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൂടാതെ ആ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെ, നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കേണ്ടതും ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, പിന്നെ എന്താണ്? ട്രെയിനിങ് ഈസ് ഗിവൺ, അല്ലെ, അതായത് പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാഫുകൾക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ ആരാണ് കൊടുക്കുന്നത്? ബ്ലഡ് ബാങ്ക് മാനേജറാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഫോർത്ത് വൺ എന്താണ് പറയുന്നത്? ഹി ആൾസോ ഓവർസീസ് ആൻഡ് ആസസ് ദ ഗ്രോസ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ് and ensures that files and records are updated and properly stored. അത് മാത്രമല്ല, ഇദ്ദേഹം എന്താണ്? അവിടെയുള്ള സ്റ്റാഫുകളുടെ ഓവറോൾ പെർഫോമൻസ്, അല്ലെ, ഓവറോൾ പെർഫോമൻസിനെ മുഴുവൻ നിരീക്ഷിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നു, അല്ലെ. സ്റ്റാഫുകളുടെ ഒക്കെ മൊത്തത്തിലുള്ള അവരുടെ പെർഫോമൻസ്, അത് നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിനെ വിലയിരുത്താനുമുള്ള ഉത്തരവാദിത്തം ബ്ലഡ് ബാങ്ക് മാനേജർക്കാണ്. അത് മാത്രമല്ല, ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും റെക്കോർഡുകളും അപ്ഡേറ്റഡ് ആണെന്നും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പാക്കേണ്ടത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജറാണ്. അപ്പൊ ബ്ലഡ് ബാങ്കിനകത്ത് ഒരുപാട് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ഉണ്ട്. ഇപ്പൊ ഡോണർ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഇഷ്യൂവിംഗ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. കാര്യം ഈ പറയുന്ന ഏതൊക്കെ ബ്ലഡ് എത്രത്തോളം ബ്ലഡ് കമ്പോണൻസ് ആ ബ്ലഡ് ബാങ്കിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും റെക്കോർഡ്സ് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ ആരൊക്കെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ബ്ലഡ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് അവർ ബ്ലഡ് സ്വീകരിച്ചിട്ടുള്ളത്, ഇനി ബ്ലഡ് സ്വീകരിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും ഇൻസിഡൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് അവിടെ സൂക്ഷിക്കണം. ഫയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ ഫയലുകളും റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്ഡേറ്റഡ് ആണെന്നും അത് പ്രോപ്പർലി സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, the blood bank manager is also responsible for developing the center programs such as blood donation month. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇത്രയും നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അവരെ സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുന്നു, അവരെ പരിശീലിപ്പിക്കുന്നു, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറയുന്ന സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നതിന് പുറമെ എന്തുകൂടെ നടത്തണം? ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സെന്റർ പ്രോഗ്രാമുകൾ നടത്തുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്വമാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്വമാണ്. സെന്റർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്ലഡ് ബാങ്കിന് എന്താണ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒത്തിരി സെന്റർ പ്രോഗ്രാം, അതായത് മറ്റുള്ള ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകള്, ബ്ലഡ് ഡൊണേഷൻ അതൊക്കെ ക്യാമ്പുകളൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ പ്രോഗ്രാമുകൾ, ഇപ്പൊ നമുക്ക് ബ്ലഡ് ഡൊണേഷനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒരു അവയർനെസ് ക്ലാസ് പബ്ലിക്കിന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെ. അത് പ്രത്യേകിച്ച് ഇവര് പറയുന്നുണ്ട് ലൈക്ക് ബ്ലഡ് ഡൊണേഷൻ മന്ത്, ബ്ലഡ് ഡൊണേഷൻ മാസം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏതാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് അറിയാമോ? ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്നറിയപ്പെടുന്നത് ജനുവരിയാണ് കേട്ടോ. ഇതാണ് ജനുവരിയാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്നറിയപ്പെടുന്നത്
ജനുവരി മാസമാണ് കേട്ടോ. ഇങ്ങനെ ജനുവരി മാസമൊക്കെ വരുന്ന ജനുവരി മാസത്തിൽ തന്നെ ചെയ്യണമെന്നല്ല, ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകൾ ക്യാമ്പയിനുകളൊക്കെ നമുക്ക് നടത്താം. അതുപോലെ ഇതിനെ പറ്റിയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ പബ്ലിക്കിനുണ്ടെങ്കിൽ അതിനെ പറ്റി അവരെ എന്താ പറയാ അറിവ് കൊടുക്കാനായിട്ട് ചെറിയ എന്തെങ്കിലും ക്ലാസ്സുകളോ അവയർനെസ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. അതുപോലെ സ്ഥിരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് അവരെ ആദരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം അല്ലെ. അങ്ങനെ ഒരുപാട് സെൻട്രൽ പ്രോഗ്രാംസുകൾ ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താം. പ്രത്യേകിച്ച് ബ്ലഡ് ഡൊണേഷൻ മന്തൊക്കെ വരുമ്പോൾ അല്ലെ, ജനുവരി മാസമൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതും ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായോ? എന്തൊക്കെ പോയിന്റാണ് നമ്മൾ പറഞ്ഞത്? എൻറ്റയർ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആണ് ഇദ്ദേഹം. അതുകൂടാതെ ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് എക്സ്പെൻസ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇൻസ്പെക്ഷൻസ് പരിശോധനകൾ കണ്ടക്ട് ചെയ്യുക, മറ്റ് തേർഡ് പാർട്ടി സർവീസസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ഇതൊക്കെ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൂടാതെ അവിടെയുള്ള സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവര് ചെയ്യുന്ന ജോലിയിൽ അവരെ സൂപ്പർവൈസ് ചെയ്ത് അവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ ആ ഒരു ബ്ലഡ് ബാങ്കിന് ബാധകമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കുക. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ഓവറോൾ പെർഫോമൻസിനെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും റെക്കോർഡും പ്രോപ്പർലി അപ്ഡേറ്റഡ് ആണെന്നും പ്രോപ്പർലി സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. പിന്നെ ബ്ലഡ് ഡൊണേഷൻ മന്ത് ജനുവരി പോലെയുള്ള മാസങ്ങളിലൊക്കെ ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സെൻട്രൽ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം തന്നെ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും കേട്ടോ. അടുത്തതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ? ആ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാര്യം ചോദ്യം വരുമ്പോൾ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഉത്തരവാദിത്തം ഏതാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം ഏതാണ്? അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു കീപ്പ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യമാണ് കേട്ടോ. ടു കീപ്പ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതായത് ഈ പറയുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ശരിയായിട്ടുള്ള സംവിധാനം നിലനിർത്തുക എന്നുള്ളത് അത് ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മൾ തുടക്കമേ പറഞ്ഞു അല്ലെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോട്ടോകോൾ ഉണ്ട് അല്ലെ. കാര്യം നമ്മൾ അവിടെ കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് നടത്തണം, ഗ്രൂപ്പിംഗ് ടെസ്റ്റുകൾ നോക്കണം, മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ നോക്കണം. പിന്നെ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് വയസ്സ് പറഞ്ഞു, 18-നും 65-നും വയസ്സിനിടയിലായിരിക്കണം, 45 കിലോഗ്രാം എങ്കിലും ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ ശരിയായിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അത് മാത്രമല്ല, രണ്ടാമത്തെ പോയിന്റ്, വെരിഫൈ ദി ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ദ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. അതോടൊപ്പം പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ദ റെക്കോർഡ്സ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ റെസിപ്പിയന്റിന്റെ ശരീരത്തിൽ ഉണ്ടാവാം. കാര്യം നമ്മുടേതല്ലാത്തൊരു ബ്ലഡ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ, ചെറിയ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുകളൊക്കെ നടക്കാം അല്ലെ. ചിലപ്പോൾ നമുക്ക് തലവേദന വരാൻ, ചെറിയ അലർജിക് ഇഷ്യൂസ് വരാം, മറ്റെന്തെങ്കിലും ഫീവറോ അങ്ങനെയൊക്കെ വരാം. അപ്പൊ അത്തരത്തില് ഏതെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡന്റ് ഫോമുകൾ അതൊക്കെ കൃത്യമായിട്ട് അവിടെ ഇൻസിഡന്റ് ഫോംസ് ആയിട്ട് അവിടെ രേഖപ്പെടുത്തി വെക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഫോംസുകളൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാം, വിലയിരുത്തുക. പിന്നെന്താണ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സുകളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതെല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെന്താണ്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും മറ്റു ബ്ലഡ് പ്രോഡക്റ്റുകളും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യത്തിനനുസരിച്ച് റിസർവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇപ്പൊ ഏതെങ്കിലും കമ്പോണന്റ് അവിടെ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആ ഒരു കുറവുകൾ എന്ത് ചെയ്യേണ്ടത്, ഓവർകം ചെയ്യേണ്ടത്, അതിനുള്ള നടപടികളൊക്കെ എടുക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പൊ അതാണ് അവർ പറയുന്നത്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്.
ഓക്കെ, അടുത്തത് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ഈ പറയുന്ന ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടത് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അത് ആരാണ് ഉറപ്പാക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണത് ഉറപ്പാക്കേണ്ടത് അല്ലെ. കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ പറയുന്ന ബ്ലഡ് ബാങ്ക് കൺട്രോൾ ചെയ്യേണ്ടത്. അത് ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? മേക്ക് ദ അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്. അതായത് ഇപ്പൊ ഈ വകുപ്പ് തല പ്രശ്നങ്ങൾ, ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പല പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. എല്ലാത്തിലും ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെന്റിന് അവരുടേതായ ചില പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത്തരത്തില് വകുപ്പ് തല പ്രശ്നങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് ഒക്കെ എടുക്കേണ്ടത് ആരാണ്? അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് എടുക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ആൻഡ് ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസി. അത് മാത്രമല്ല, നിലവിലെ ചില നയങ്ങൾ പരിഷ്കരിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്വമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മൾ വകുപ്പ് തലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില പോളിസികളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചില പോളിസിയും പ്രൊസീജിയറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചും ചില മാറ്റങ്ങളും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്. നിലവിലുള്ള പോളിസികളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ഒന്നും പരിഷ്കരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ സംവിധാനം ശരിയായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡന്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഇൻസിഡന്റ് ഫോമുകൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് ആൻഡ് പ്രോഡക്റ്റിന്റെ പ്രോപ്പർ സ്റ്റോറേജ് ഉറപ്പാക്കണം. പിന്നെ ഈ ഒരു ബ്ലഡ് ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ആയിരിക്കണം എന്ന് ഉറപ്പാക്കണം. പിന്നെ എന്താണ്? ഈ ഒരു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും നിലവിലുള്ള ചില നയങ്ങളെ പരിഷ്കരിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതോടുകൂടി നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമ്മള് ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ക്ലാസ് അവസാനിച്ചിട്ടില്ല കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, നമ്മൾ ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയില്ല. എപ്പോഴും പഠിച്ചു വെക്കാൻ, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് AB പോസിറ്റീവ് ആണ് കേട്ടോ. പിന്നെ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങൾ, ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോ നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞ കാരണം കൊണ്ട് എക്സ്ട്രാ അറിവിലേക്കായിട്ട് പറയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങിനെ കുറിച്ച്. ക്രയോപ്രസിപിറ്റേറ്റ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറഞ്ഞു അല്ലെ. ക്രയോപ്രസിപിറ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്മയുടെ ഭാഗമാണ് കേട്ടോ. പ്ലാസ്മയുടെ തന്നെ ഒരു ഭാഗമാണ് ക്രയോപ്രസിപിറ്റേറ്റ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത്. അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഘടകത്തിനെ ഉത്പാദിപ്പിക്കുന്നു. ഓക്കെ, ആ ഘടകം ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, മനസ്സിലായോ? പ്ലാസ്മയുടെ തന്നെ ഭാഗമാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. അത് ഉത്പാദിപ്പിക്കുന്നതാണ് എന്ത്? ഫൈബ്രിനോജൻ. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി പറയുന്ന കാര്യം നിങ്ങൾക്ക് ചോദ്യമൊന്നും വരുന്നതല്ല, പക്ഷെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാണ്. തന്നെ സമയമുള്ളത് കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അതായത് നമ്മൾ കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതായത് അനുയോജ്യത പരിശോധന എന്ന് പറഞ്ഞു. എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പും കൊടുക്കാതെ എല്ലാവർക്കും എല്ലാം സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ് നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി താല്പര്യം നിങ്ങൾക്ക്
ചിലവരിപ്പോ ചോദിക്കാം ഇന്ന ഗ്രൂപ്പ് ആർക്കൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ ആർക്കൊക്കെ സ്വീകരിക്കാം എന്നുള്ള കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊരു ജനറൽ ആയിട്ടൊരു ഐഡിയ മാത്രമാണ് ഇതിന്റെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആന്റിജൻ ആന്റിബോഡി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ആന്റിജൻ എന്ന് പറഞ്ഞാൽ ആരോ ഇതൊരു ക്ലാസ്സിൽ എന്നോട് പറഞ്ഞു, ഈ ക്ലാസ്സിലെ കുട്ടി തന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ ബ്ലഡ് ബാങ്ക് എടുക്കുമ്പോൾ അവിടെ വിശദമായിട്ട് പറയാന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ആന്റിബോഡി ആന്റിജൻ എന്താന്നൊക്കെ. ആന്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് കേൾക്കുക. ആന്റിജൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് കേട്ടോ. എന്താ പറഞ്ഞത്? മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റിജൻസ് എന്ന് പറയുന്നത്. ഈ ആന്റിജൻ എന്ന് പറയുമ്പോൾ അത് വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, അങ്ങനെ എന്ത് ഏജൻസ് വേണമെങ്കിലും ആവാം. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഏത് ഫോറിൻ ഏജന്റിനെയും നമുക്ക് എന്തെന്ന് പറയാം? ആന്റിജൻസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ നമുക്ക് പനി വരില്ലേ? നമുക്ക് പനി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണെന്നാണ് നമ്മൾ പറയാം പനീനെ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു വൈറസോ ബാക്ടീരിയോ നമ്മുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിക്ക് എന്തുണ്ട്? ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അല്ലെ? നമ്മുടെ ബോഡിക്ക് തന്നെ സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെയുള്ള കഴിവ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്കുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് പുറത്തുനിന്ന് ഏതെങ്കിലും വൈറസോ ബാക്ടീരിയോ എന്തെങ്കിലും ഫംഗസോ ഒക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ബോഡി പ്രതികരിക്കുന്നതാണ് ആ ഒരു ടെമ്പറേച്ചർ കൂട്ടാനുള്ളത്. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടാനുള്ളത്. അതാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. ശരിക്കും പനി എന്ന് പറയുന്ന ഒരു രോഗമല്ല, ശരിക്കും ഇതൊരു രോഗലക്ഷണമാണ്. എന്തോ ഒന്ന് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ചെലുത്തുന്ന ഒരു പ്രതിരോധം, ഒരു റെസിസ്റ്റൻസ് ആണ് പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഇനി ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ ആയിട്ടൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ എന്താ പറഞ്ഞ? ആന്റിജൻസ് എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കൾ. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണം ഏതാണ്? ഈ പറഞ്ഞ എക്സാമ്പിൾ ഏതാണ്? ബോഡി ടെമ്പറേച്ചർ കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ രോഗപ്രതിരോധ പ്രതികരണം. അപ്പൊ അതിനെ പ്രചോദിപ്പിച്ചത് എന്താണ്? ആ ഒരു വൈറസ് അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയയുടെ ഒരു സാന്നിധ്യമാണ് അല്ലെ? ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആന്റിജൻസുകൾക്ക് എതിരെ പ്രവർത്തിക്കാനായിട്ട് എന്താ പറയാ, പ്രതികരിക്കാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റിബോഡി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആന്റിജനുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോട്ടീൻസ്, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ആന്റിബോഡി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആന്റിബോഡിനെ ഉത്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ് നമ്മൾ പഠിച്ച ഗ്ലോബുലിൻ. ഓക്കെ, നമ്മൾ ഗ്ലോബുലിന്റെ കാര്യം പറഞ്ഞില്ലേ? പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഇതാണ് ആന്റിജനും ആന്റിബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, കമ്പാറ്റബിലിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കൂ. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കേസാണ് കേട്ടോ. ഡൊണേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആന്റിജൻ ഏതാണോ അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ്, ഞാൻ എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ആളാണ്. അപ്പൊ എ ഗ്രൂപ്പിൽ പെട്ട എന്റെ ബ്ലഡിനകത്ത് ഏത് ആന്റിജൻ ആയിരിക്കും ഉണ്ടാവുക? എ എന്ന് പറയുന്ന ആന്റിജൻ ആയിരിക്കും ഉണ്ടാക്കുക അല്ലെ? അപ്പൊ എനിക്ക് എ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ എന്റെ ബ്ലഡ് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? എ എന്ന ആന്റിജൻ ആർക്കാണോ ഉള്ളത് അവർക്ക് മാത്രമേ എന്റെ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് എക്കാർക്ക് കൊടുക്കാം. എ ഗ്രൂപ്പ് ഉള്ളവർക്ക് എനിക്ക് കൊടുക്കാം. അതുപോലെ എ ബി കാർക്കും എനിക്ക് കൊടുക്കാൻ പറ്റും. എ ബി കാർക്കും എനിക്ക് കൊടുക്കാം. കാര്യം എ ബിക്ക് അകത്ത് എന്തുണ്ട്? ആന്റിജൻ എ വരുന്നുണ്ട് അല്ലെ? ആന്റിജൻ എ ഉണ്ട്, ബി ഉണ്ട്, പക്ഷെ ആന്റിജൻ എ ഉണ്ടല്ലോ. അപ്പൊ എന്റെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ ആയിട്ട് നിങ്ങൾ ചിന്തിക്കാം. അത് ഡൊണേഷന്റെ കേസാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി സ്വീകരിക്കുന്ന കേസാണെങ്കിൽ, ഓക്കെ, സ്വീകരിക്കുന്ന കേസാണെങ്കിൽ എന്താണ് പറയുന്നത്? എന്റെ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും അതുപോലെ ആന്റിജൻ ഒന്നുമില്ലാത്തവരിൽ നിന്നും നമുക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും ഇനി ആന്റിജൻ ഒന്നുമില്ലാത്തവരിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റും. അപ്പൊ എന്റെ തന്നെ എക്സാമ്പിൾ പറയാം. ഞാൻ എ ഗ്രൂപ്പിൽ പെട്ട ആളാണ്. എനിക്ക് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? എന്റെ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് എ ഗ്രൂപ്പിൽ നിന്ന് സ്വീകരിക്കാം. ഇതിൽ നിന്ന് സ്വീകരിക്കാം, എ ഗ്രൂപ്പിൽ നിന്ന് സ്വീകരിക്കാം. പക്ഷെ എ ബിനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? എയില് ബി എന്ന് പറയുന്ന ആന്റിജനും അതിനകത്ത് വരുന്നുണ്ട്. എനിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ ആന്റിജൻ മാത്രം ഉള്ളവരിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ എനിക്ക് എയിൽ നിന്നും സ്വീകരിക്കാം. പിന്നെ എന്താ പറഞ്ഞത്, ആന്റിജൻ ഒന്നുമില്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാം. ആന്റിജൻ ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് നമ്മൾ പഠിച്ചത്? O ഗ്രൂപ്പ് ആണ് പഠിച്ചത് അല്ലെ. ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് O ഗ്രൂപ്പ് ആണ്. അപ്പൊ ഓയിൽ നിന്നും എനിക്ക് സ്വീകരിക്കാം. മനസ്സിലായോ? അപ്പൊ ഇപ്പോഴും ബ്ലഡ് കൊടുക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതേ സമയം സ്വീകരിക്കുന്ന കേസാണെങ്കിൽ നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും ആന്റിജൻ ഒന്നുമില്ലാത്തവരിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരിക്കാൻ പറ്റും. ഓയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരിക്കാനായിട്ട് പറ്റും. ഇനി O എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ടാണ് അത് എന്തായി മാറിയത്? യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് മാറിയത്. മനസ്സിലായോ? കാര്യം എന്താണ്? അതിനകത്ത് ആന്റിജൻസ് ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ആന്റിജൻ എന്ന് പറഞ്ഞ എന്താണ്? ഈ പറയുന്ന നമ്മളുടെ പ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ്. അതായത് ഈ വൈറസ്, ബാക്ടീരിയ പോലുള്ള ഇതൊക്കെയാണ് ആന്റിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആന്റിജൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് രാസവസ്തുക്കൾ ഒന്നുമില്ല അല്ലെ, മോശമായിട്ടുള്ള ഒന്നുമില്ല. ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമുക്ക് വളരെ പ്യുവർ ബ്ലഡ് ആണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് O ഗ്രൂപ്പ് എന്തായിട്ട് മാറിയത്? യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് മാറിയത്. മനസ്സിലായല്ലോ? അതോടൊപ്പം തന്നെ നമ്മളൊരു ഫാക്ടർ കൂടെ പഠിച്ചു. ആന്റിബോഡികൾ ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് AB ഗ്രൂപ്പ് കേട്ടോ. ആന്റിബോഡികൾ ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. ആന്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന രാസവസ്തുക്കളാണ് നമ്മുടെ ആന്റിബോഡി എന്ന് പറയുന്നത്. ആന്റിബോഡി ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എല്ലാ ബ്ലഡും സ്വീകരിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? എല്ലാ ബ്ലഡുകളും സ്വീകരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ട് മാറിയത്. മനസ്സിലായോ? അപ്പൊ അതിലേക്കൊന്നും കൂടുതൽ പോണ്ട. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് മനസ്സിലാക്കി വെക്കേണ്ടത്? O ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ ആണ്. അതിനകത്ത് O നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് AB പോസിറ്റീവ് ആണ് കേട്ടോ. AB പോസിറ്റീവ്. ഓക്കെ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ചത് ബ്ലഡ്. എന്താണ് അഭിരാമി പറഞ്ഞു? എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, മെസ്സേജ് ഇട്ടോട്ടോ. അപ്പൊ നമ്മള് ഓർഗാനോഗ്രാം ഒന്ന് പറയാമോ? ഓക്കെ, ഓർഗാനോഗ്രാം പറയാം അല്ലെ. അതായത് ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും എന്താണ്? ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് കേട്ടോ. ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ്. അതായത് ശ്രേണിപരമായിട്ടുള്ള ഒരു ഘടന. അതിപ്പോ ഏതൊരു ഓർഗനൈസേഷൻ ആവാം, ഹോസ്പിറ്റലിന് മാത്രമല്ല, ഏത് സ്ഥാപനത്തിനാവും, സ്കൂളാവാം, മറ്റെന്ത് സ്ഥാപനമാണെങ്കിലും ആവാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അത് കാണിക്കുന്നത് ശ്രേണിപരമായിട്ടുള്ള ഒരു എന്താ പറയുക ഘടനയാണ് കേട്ടോ. അതായത് ഏറ്റവും മുകളിലെ പൊസിഷനിൽ ആരാണ്, അതിന് താഴെ ആരാണ്, അതിന് താഴെ ആരാണ്, അങ്ങനെ നമ്മൾ ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് ഓർഗാനോഗ്രാം. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ് ഏറ്റവും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി. ഓക്കെ, മെഡിക്കൽ ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയാണ് ആര് വരുന്നത്? HOD വരുന്നത്. HOD ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാണ്. അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന ആളാണ് ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ആരാണ് വരുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഈ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അണ്ടറിലായിട്ട് ഒരേ ലെവലിൽ 3 പേരാണ് വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് BTO. BTO എന്ന് പറഞ്ഞാല് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ആണ്. രണ്ടാമത്തെ ആണ് ക്വാളിറ്റി മാനേജർ. ഓക്കെ, മൂന്നാമത്തെ ആളാരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇവ ഓരോരുത്തരും എന്താണെന്നൊന്നും നമ്മൾ പഠിക്കേണ്ട കേട്ടോ. ഈ ഡയഗ്രാം ആണ് മനസ്സിലാക്കി വെക്കുന്നത്. ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ, ഇനി ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിൽ ആരും വരുന്നില്ല. BTO എന്ന് പറയുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ആണ്. അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് ടെക്നീഷ്യൻ. തൊട്ട് താഴെ വരുന്നതാണ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഓക്കെ, പിന്നെ ഇവിടെ ടെക്നിക്കൽ സൂപ്പർവൈസറുടെ അണ്ടറിൽ ആരൊക്കെ വരുന്നത്? ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസർ വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് ഓരോരുത്തരുടെ അണ്ടറിൽ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും ചോദിക്കുന്നില്ല. ഇതിൽ എന്ത് ഫംഗ്ഷനാ ചെയ്യണം അങ്ങനെയൊന്നും ചോദിക്കില്ല. ഈ ഒരു ഓർഗാനോഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. ഓരോരുത്തരുടെ അണ്ടറിൽ ആരൊക്കെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ആരാണ് ബ്ലഡ് ടൈപ്പ് ചോദിച്ചത്? ആരാണ്? ബ്ലഡ് ടൈപ്പ് ആണോ മനസ്സിലാവാത്തത്? ഏതാണ്? വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് ആണോ? ഇതാണോ ചോദിച്ചത്?
ബ്ലഡ് ടൈപ്പ് ഇതാണോ ഈ ഓക്കെ ഈ ഒരു ടേബിൾ ആണോ ചോദിച്ചത്? ഈ ഒരു ടേബിളിൽ പറയുന്നത് വേറൊന്നുമല്ല, അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്സ്, ബ്ലഡ് ബാങ്ക്സിന്റെ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്സ് അവരുടെ ഒരു റിപ്പോർട്ടാണ്, റിപ്പോർട്ടിന്റെ ഒരു ചുരുക്കമാണ്. അതിൽ നിന്ന് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തേക്കുന്നത്. അതായത് ഡെലിവറി ഓഫ് ദ ബ്ലഡ് ടൈപ്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്, അതായത് ഈ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പുകളുടെ വിതരണത്തെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു ടേബിൾ ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഫാക്ടുകളുണ്ട്. ഇത് നോക്കിയ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് ഇതിന് മനസ്സിലാവും. ഏതാണ്? O പോസിറ്റീവ് ആണ്. കണ്ടോ, 39% ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് 39%ഓട് കൂടി O പോസിറ്റീവ് ബ്ലഡ് ആണ് വന്നേക്കുന്നത്. അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് O പോസിറ്റീവ് ആണ്. മനസ്സിലായി? ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്നതെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. യൂണിവേഴ്സൽ ഡോണർ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് O പോസിറ്റീവ് ആണ്. കാരണം 39% വരുന്നുണ്ട്. തൊട്ട് താഴെ 31%ഓട് കൂടി A പോസിറ്റീവ് ബ്ലഡ് ആണ് വരുന്നത്. ഓക്കെ, അതേസമയം പിന്നെ നമുക്ക് കൂടുതൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് AB നെഗറ്റീവ് ആണ്. ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. കാരണം വെറും 1% മാത്രം. അങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടുന്നത്. അത് മാത്രമാണ് പഠിച്ചാൽ മതി. അല്ലാതെ ഇതൊന്നും ഇതിന്റെ അളവോ ഇതിന്റെ പെർസെന്റേജോ ഒന്നും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ ലോകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. അതേസമയം ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെടുന്നത് AB നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാം, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് O നെഗറ്റീവും യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് AB പോസിറ്റീവ് ആണ് കേട്ടോ. നീ എന്താണ് ചോദിച്ചത്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ് കേട്ടോ. ഇതാണ് ഫൈബ്രിനോജൻ. ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിസ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണോ രണ്ടെണ്ണം വരുന്നത്? BTOയും ടെക്നിക്കൽ സൂപ്പർവൈസറും വരുന്നത്? ടെക്നിക്കൽ സൂപ്പർവൈസറും BTO ആരുടെ അണ്ടറിലാണ് വരുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. കണ്ടോ, ആരോ കണ്ടോ നിങ്ങള്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അണ്ടറിൽ 3 പേരാണ് ഒരേ നേരത്തിൽ വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് BTO, മറ്റൊന്ന് ക്വാളിറ്റി മാനേജർ, മറ്റൊരാൾ ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡയാലിസിസ് ആയിരിക്കും എടുക്കുക. ഡയാലിസിസ് സർവീസ് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുക കേട്ടോ. അത് കയ്യിൽ സൂക്ഷിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ എന്നാ, താങ്ക് യു. Thank you, Miss. Thank you, ma'am.